Hi dear students. ഫിസിക്സിൽ നമുക്ക് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നമ്മൾ ഫോഴ്സിനുള്ള ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താണ്? F is equal to G(m1 m2) divided by r². അതായത് m1 m2 മാസസിനെ നമ്മൾ r എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുന്ന ഫോഴ്സ് എന്തായിരിക്കും? G(m1 m2) by r² ആയിരിക്കും. അപ്പൊ ഇതെല്ലാ ടേംസും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ G എന്ന് പറയുന്ന ടേം എന്താണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതുകൂടി ഓർത്ത് വെക്കുക. ഇനി അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അതായത് നമുക്ക് ഈ ഫോഴ്സിന് എന്ത് സംഭവിക്കും, എങ്ങനെ നമ്മൾ ഈ രണ്ട് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പകുതിയാക്കിയാൽ ഈ ഫോഴ്സിന് എന്ത് സംഭവിക്കുന്നു നമ്മളോട് ചോദിക്കും. അപ്പൊ അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതായത് m1 m2 എന്ന് പറയുന്ന മാസുകളെ നമ്മൾ r വെച്ച ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്താലാണ് നമ്മൾ എഫിനുള്ള ഇക്വേഷൻ പഠിച്ചത്. ഇനി നമ്മൾ എന്താക്കും? ആ r നമ്മൾ ഹാഫ് ആക്കും. അതായത് സോ നമ്മുടെ ഇക്വേഷൻ r പകരം എന്താവും? അത് r/2 ആവും. അപ്പൊ സോ r² പകരം നമ്മുടെ ഡിനോമിനേറ്റർ എന്താവും? r/2 the whole square ആകും. അപ്പൊ r/2 the whole square നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താക്കി എഴുതാം? r ന്റെ സ്ക്വയർ r²ഉം 2 ന്റെ സ്ക്വയർ നമുക്ക് എന്താക്കി എഴുതാം? 4 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. സോ നമ്മുടെ ഇക്വേഷൻ എന്താവും? G(m1 m2) divided by r²/4 എന്നാവും. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആ 4നെ ഡിനോമിനേറ്ററിലുള്ള 4നെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് എഴുതാൻ പറ്റില്ലേ? അതായത് 4 into G(m1 m2) by r² എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടും. സോ നമുക്ക് ഈ G(m1 m2) by r² നമുക്ക് F ആണെന്ന് അറിയാലോ. സോ അതിന് പകരം നമുക്ക് F സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? 4F എന്ന് കിട്ടി. അതായത് ഫോഴ്സിനോട് 4 ടൈംസ് ആയിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പകുതിയാക്കിയാൽ ഫോഴ്സിന് എന്ത് സംഭവിക്കും? ആ ബലം 4 ഇരട്ടിയാകും. അതാണ് നമ്മുടെ ഡെറിവേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക.